ചിത കത്തി തീർന്നിട്ടില്ല. നാട്ടിലാകെ വീട്ടുകാരുടെ നിലവിളി കേൾക്കാം. പറന്നകന്നു പോയത് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആലപ്പുഴയിലെ വീട്ടിൽ ആയുഷ് ഇന്നലെ വന്നതാണ്. രാവിലെ 10 മണിക്ക് എല്ലാവരും കൂടി അവനെ യാത്രയാക്കി. കഴിഞ്ഞ 19 വർഷം അവനായി ജീവിച്ച അച്ഛനും അമ്മയും ഇന്നൊറ്റയ്ക്കാണ്. ആശ്വാസവാക്കുകൾ അവരുടെ ഹൃദയം തകർത്ത നോവിന് മരുന്നാകില്ല. ശ്രീദീപിന്റെയും അബ്ദുൾ ജബ്ബാറിന്റെയും മുഹമ്മദ് ഇബ്രാഹിമിന്റെയും വീടുകളിൽ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ 5 പേരും കേരളത്തിന്റെ മക്കളായിരുന്നു. ജീവിതങ്ങൾ കൈപിടിക്കേണ്ട ഈ കുട്ടികളുടെ ജീവനെടുത്ത് കൊണ്ടുപോയത് ആരാണ്? ആലപ്പുഴ കളർകോട് ഇപ്പോഴും തർക്കങ്ങൾ തീർന്നിട്ടില്ല. പെട്ടെന്ന് റോഡിലുണ്ടെന്ന് തോന്നിയ തടസ്സമോ, മഴയോ, വാഹനത്തിന്റെ പഴക്കമോ, അമിത ഭാരമോ, പല കാരണങ്ങളിലേക്ക് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നു. ഈ ആക്സിഡൻറ്റിൽ റോഡ് നനഞ്ഞു കിടന്നിരുന്നു. നമ്പർ 2 ഡാർക്ക്നെസ്, ഇരുളുമൂടി കിടന്നു. പിന്നെ ഈ വണ്ടി ഓടിച്ച് തരുന്ന സമയത്ത് എതിരെ വരുന്ന ഒരു കാറുണ്ട്. ആ കാറിൻ്റെ ലൈറ്റ് ഇദ്ദേഹത്തിന് ഹാമായി കാണും. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയെ വല്ലാതെ മറച്ച് കാണും. അപ്പോൾ പെട്ടെന്നൊരു ഓബ്ജക്റ്റ് ഉണ്ടെന്ന് തോന്നുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുകയും ചെയ്തപ്പം ഞാൻ ഈ പറഞ്ഞ അക്വാപ്ലേനിങ് ഉണ്ടായി. എന്താണ്, വീൽ ലോക്കായിട്ട് വണ്ടി എതിരെ വന്ന ബസ്സിലേക്ക് കൂട്ടിയിടിച്ചു. ഇതിന് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ ക്രക്സ്. അതായത് രാത്രികാലമായിരുന്നു, മഴ പെയ്തിരുന്നു. അപ്പം രാത്രികാലമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ഈ പ്രശ്നം സംഭവിച്ചു. മഴക്കാലമായിരുന്നുകൊണ്ട് അക്വാപ്ലേനിങ് ഉണ്ടായി. വണ്ടി സഡനായിട്ട് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വീല് ലോക്കായിട്ട് വലിച്ചു കൊണ്ടുപോയി. വണ്ടി ഡ്രാഗ് ചെയ്തെന്ന് സൈഡ് കൊണ്ടെതിരെ വന്ന KSRTC ബസ്സിൽ കൂട്ടിയിടിക്കുക ചെയ്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിൽ നിരത്തിക്കിടത്തിയ മൃതദേഹങ്ങൾ കേരളത്തോട് ചോദിക്കുന്നു, ഞങ്ങളിവിടെ മരിക്കണമായിരുന്നു. சபரிமலை போயிட்டு வந்தோம். அங்கே இதுக்கிட்ட வண்டி பின்னால் இடிச்சு விட்டான். ഇടിച്ച് എല്ലാതും കായം. ഓരോ ജീവനുകൾ ചോദിക്കുന്നു, ഈ റോഡുകൾ മരിക്കാനുള്ള ഇടമാണോ? 2023 ജനുവരി മുതൽ 24 ഓഗസ്റ്റ് വരെയുള്ള 20 മാസത്തെ കണക്ക് പറയാം. ഒരു ദിവസം കേരളത്തിൽ കൊല്ലപ്പെടുന്നത് 10 പേർ. ആകെ അപകടങ്ങളുടെ എണ്ണം 80,465.
പുറത്തേക്ക് നോക്കിയാൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാം. വീട്ടിൽ നിന്ന് ഉറ്റവരോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ഒരാളും തിരികെ എത്തുമെന്ന് ഉറപ്പില്ലാത്ത വഴി. അതാണ് സംസ്ഥാനത്തെ റോഡുകൾ. റോഡ് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സസീവ് സ്പീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ സ്പീഡ്. കേരളം ഒരു സ്പീഡ് നോട്ടിഫൈഡ് സോണാണ്. അപ്പോൾ ആ നോട്ടിഫൈഡ് സ്പീഡ് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് അമിത വേഗതത്തിലുള്ള അപകടകരമായ ഡ്രൈവിംഗ് ആണ് മിക്ക റോഡ് അപകടങ്ങളുടെയും കാരണം. പ്രത്യേകിച്ചും 2 വീലേഴ്സിൻ്റെ അപകട മരണ നിരക്ക് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 വീലേഴ്സിൻ്റെ കുതിരശക്തിയും വേഗതയും കൂടിയത് മൂലം യുവാക്കൾ വേണ്ടത്ര പക്വത കാണിക്കാതെ റെക്ലെസ് ആയിട്ട് ഓവർ സ്പീഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട റോഡ് അപകടങ്ങളുടെ കാരണം. കാര്യം നമ്മുടെ നാട്ടിലെ റോഡുകൾ, ഹൈവേകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഹൈവേകളുടെ ഡിസൈൻ സ്പീഡ് 100 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ നമുക്കൊരു ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ ഈ രാജ്യത്തില്ലാത്തത് മൂലം വാഹനങ്ങളുടെ സ്പീഡ് 150, 200, 250 വേഗത്തിൽ പോകാവുന്ന രീതിയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ 100 കിലോമീറ്റർ ഡിസൈൻ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ സാധിക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം ഓടിക്കാൻ അറിയാത്ത സഹോദരീ സഹോദരന്മാർ. നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ, ഡ്രൈവിംഗ് ഹാബിറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തുടക്കം MBD ആലോചിക്കുന്ന കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ തന്നെ നമുക്കൊരു മീനിങ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കണം. നിലവിലുള്ള ഒരു തിയറി ടെസ്റ്റ്, ഒരു RTO നടത്തുന്ന ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ്, H ടെസ്റ്റ്, 8 ടെസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ ടെസ്റ്റ് മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു ലൂസായിട്ടുള്ള ഒരു ടെസ്റ്റാണെന്ന് പറയാം. കാരണം നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ പുറത്തെ രാജ്യം പോയിട്ട് അവിടെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫെയിൽ ആവും. മദ്യപിച്ച് ലക്കുകെട്ട് വാഹനമോടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കൊലയാളികൾ. തൃശൂർ നാട്ടികയിൽ നാടിന് നടുക്കിയ ആ അപകടമുണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ്. 5 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവം. ഈ ഭാഗത്ത് നിന്നാണ്, അതായത് പൊന്നാനി ഭാഗത്ത് നിന്നാണ് ഒരു ലോറി, അത് മരത്തടികളുടെ കഷ്ണങ്ങളുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. ആ ലോറി ഈ ദിശയിൽ നിന്നാണ് വന്നത്. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് വരുന്ന വാഹനം ഇവിടെ എത്തി ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴിക്ക് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തൃപ്രയാർ ഭാഗത്തേക്ക് പോകണം. 5 അടിയിലേറെ ഉയരവും ഈ ഭാഗത്തുകൂടെ പൂർണ്ണമായും വെച്ചിരിക്കുന്ന ദിശാസൂചികകളും എല്ലാം ഇടിച്ചു തകർത്തുകൊണ്ടാണ് മരവുമായി വന്ന ലോറി അകത്തേക്ക് കയറിയത്. മദ്യവും മയക്കുമരുന്നും ഓടിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഒട്ടും തന്നെ വിശ്രമമില്ലാതെ മയക്കുമരുന്നും മദ്യവും. ഇപ്പം നമ്മൾ 5 പാവപ്പെട്ടവരുടെ നെഞ്ചത്തൂടെ വണ്ടി ഇടിച്ചു കയറ്റിയ ഒരു ലോറിയെ പറ്റി കണ്ടു. അത് മാഹെ എന്ന് പറഞ്ഞ സ്ഥലത്ത് മദ്യം കിട്ടും. അത് വാങ്ങി ഡ്രൈവർ വേണ്ടത്ര കുടിച്ചു, ബോധരഹിതനായിട്ട് കിടന്നുറങ്ങി. ക്ലീനർക്ക് ഓടിക്കാൻ കൊടുത്തു. ക്ലീനർ മദ്യ ലഹരിയിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കോർ അതാണ് ചെയ്ത് 5 പേരെ കൊന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും ആണ്. Wherever I am, I should drive like this. I should have my safety gear, whether it is helmet or seat belt. I should protect my child. എല്ലാ കാര്യങ്ങളിലെ ഒരു സേഫ്റ്റി കോൺഷ്യസ്നെസ് വേണം. ചിലപ്പം ഐ ആം റെഡി ടു ബി സേഫ്റ്റി കോൺഷ്യസ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു എൻഷുർ ദാറ്റ്. അതാണ് ഒരു പോരായ്മ. അത് നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ബേസിക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് ഒരു ഗേറ്റ് വേ എനിക്ക് തോന്നുന്നു. ആ ലൈസൻസിങ് നമുക്ക് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ പഠിക്കും. എവ്രിബഡി ഈസ് വാണ്ട്സ് ടു ബി സേഫ്. So nobody will say I don't want to be safe but I want the license. ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. എനിക്ക് ലൈസൻസ് കിട്ടിയാൽ മതി, എങ്ങനെയാണെങ്കിലും ലൈസൻസ് കിട്ടിയാൽ മതി. ഇനി ആൾക്കാരെ കണ്ടാൽ തന്നെ അവർക്ക് ലൈസൻസ് എങ്ങനെ കിട്ടി നമുക്കൊരു ഡൗട്ടാണ്.
പ്രൈവറ്റ് ബസ്സസിൻ്റെ മത്സര ഓട്ടം നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഞ്ചിങ് സിസ്റ്റം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത് ഒരു RFID ബേസ്ഡ് പഞ്ചിങ് സിസ്റ്റം ഉണ്ടാക്കാൻ നമ്മൾ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണ്. അതിൽ ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു റീഡർ, RFID റീഡർ ഉണ്ടാവും. ഈ ബസ് എത്തിയെന്ന് നമുക്ക് സിസ്റ്റത്തിന് അറിയും. RFID ദ മൊമെൻറ്റ് അത് ഇത്ര നേരം നിൽക്കണം, മിനിമം ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബസ് അവിടെ ഒരു മിനിറ്റ് നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൗണ്ട് ഓൺലി ദാറ്റ്. ഇഫ് ഇറ്റ് ഗോസ് ബിഫോർ 1 minute, this will be counted as not stopping. ആ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഐറ്റം നമ്പർ 15 റൂട്ട് ഫോർമുലേഷൻ. അതിലാണ് ഈ നമ്മുടെ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു GIS മാപ്പിലെ എല്ലാ പെർമിറ്റ്സ് നമ്മൾ മാപ്പ് ചെയ്തിട്ട് അതിലുള്ള ബസ് സ്റ്റോപ്സ്, ഒരു 20 ബസ് സ്റ്റോപ്സ് ആണെങ്കിൽ every 2.5 kilometers there will be a bus stop. ആ ബസ് സ്റ്റോപ്സ് കൂടെ നമ്മൾ RFID ആക്കും. ആ ബസ് പോകുന്ന വഴി ഇത് ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ എത്ര ബസ്സസ് പെർമിറ്റ് വയലേഷൻ ചെയ്തു, എത്ര ബസ്സസ് അവരുടെ ടൈം കൂട്ടി അല്ലെങ്കിൽ അവർ ടൈം കുറച്ച് പോകുന്നു എന്ന കോമ്പറ്റീഷൻസ്. അപ്പോൾ അവരുടെ പെർമിറ്റ് നമുക്ക് സസ്പെൻഡ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 2-wheelers ആർ ദ മോസ്റ്റ് അൺസ്റ്റേബിൾ വെഹിക്കിൾസ്. യു കനോട്ട് ബി സ്റ്റേബിൾ ഓൺ എ 2-wheeler. ഇറ്റ് ഹാസ് ടു മൂവ്. അപ്പോൾ 2-wheeler റേസിംഗ് മാത്രമല്ല, നമ്മളൊരു ചാർട്ട് ഉണ്ട് നമുക്ക്. വാട്ട് ആർ ദ വെഹിക്കിൾസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ വെഹിക്കിൾസ്. ഇപ്പോൾ 2-wheeler ഹിറ്റിംഗ് എ 2-wheeler is the highest number of accidents as per statistics. 2-wheeler hitting a car is the next, and car hitting a car is the next, bus hitting a 2-wheeler is next. Angane, so we have categorized. So 2-wheeler hitting another 2-wheeler is the reason for most of the accidents and fatalities also. അപ്പോൾ 2-wheelerൻ്റെ ഒരു റൈഡർ ആണെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഒരു ലെയിനിൽ ഞാൻ ഇറങ്ങുന്നു, റൈറ്റ് ഓഫ് വേ ആർക്കുണ്ട്. ഞാൻ സഡനായിട്ട് ഒരു ഹൈവേയിലോട്ട് എനിക്ക് കയറാൻ പറ്റില്ല, ഒരു ബൈ റോഡിന് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ somebody will hit me or I will hit somebody. So 2-wheeler driving culture has to be improved. എല്ലാത്തിനും അപ്പുറത്ത് മരണങ്ങളുണ്ടാകുമ്പോൾ മാത്രം റോഡിലിറങ്ങുന്ന സർക്കാരിന്റെ റോഡ് സുരക്ഷ. അപ്പോൾ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രിയിലേക്ക് മാറുന്ന സമയത്ത് ഈ വണ്ടിയുടെ പിന്നിൽ കുതിരയെ കെട്ടുന്ന പോലെയാണ്. നമുക്ക് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിന് സത്യത്തിൽ ഒരു ഏജൻസിയും പ്രോപ്പറായിട്ട് ഇല്ല, വേണ്ടത്ര പരിശീലനമില്ല. ട്രാഫിക് എന്ന് പറയുന്നത് ഒരു രണ്ടാംകിട ജോലിയാണെന്ന് IPSകാർക്കും മറ്റ് MVDക്കും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിന് വരുന്ന സബ് ഇൻസ്പെക്ടർമാർ പോലീസുകാരെ മൂത്ത് SI ആയിട്ട് വരുന്നവരാണ്. അപ്പോൾ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ട്രാഫിക് ഡ്യൂട്ടിക്ക് വേണ്ടത്. എല്ലാ വിദേശ രാജ്യങ്ങളിലും അങ്ങനെയാണ്. പിന്നെ നമുക്കില്ലാത്ത പോയത് ഒരു ട്രാഫിക് അക്കാഡമിയാണ്. നാഷണൽ ലെവലിൽ ഒരു ട്രാഫിക് അക്കാഡമിയാണ്. ട്രാഫിക് മാനേജ്മെൻറ്റ്, ട്രാഫിക് റെഗുലേഷൻ, റോഡ് സേഫ്റ്റി എന്നീ സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുന്ന 1 year ലെങ്തി ഒരു ഡിപ്ലോമ കോഴ്സാണ് അവർക്ക് വേണ്ടത്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻഫോഴ്സ് ചെയ്യുന്ന ഓഫീസർക്ക് പ്രോപ്പറായിട്ട് എൻഫോഴ്സ് ചെയ്യാനും നിയമങ്ങളുടെ അഭാവം പലതും ഉണ്ട്. എങ്കിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആളിന് ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ് ട്രാഫിക് മാനേജ്മെൻറ്റിനും റോഡ് സേഫ്റ്റിക്കും മറ്റുമായിട്ട് കിട്ടുന്നത്. ജസ്റ്റ് എ ഡേ എന്ന് വെച്ചാൽ 8 മണിക്കൂർ ട്രെയിനിങ് മാത്രമേ കിട്ടത്തുള്ളൂ. അഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെടുത്ത് ഏൽപ്പിച്ച് അവർ കോൺടാക്ട് ചെയ്യും. ഒരു നാട്ടിൽ ഒരു വാഹനം എന്ന കണക്ക് പണ്ട്. ഇന്ന് ഓരോ വീട്ടിൽ ഓരോരുത്തർക്കും വാഹനങ്ങളുണ്ട്. അവരെല്ലാം കൂടി ചക്രവും എടുത്ത് ഇറങ്ങിയാൽ റോഡിന് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. We have pedestrians, we have cycles, motorbikes, auto rickshaws, cars, medium-sized vehicles and heavy vehicles. So there are 7 types of road users in India, and it is a mixed traffic. So you cannot create 1 lane for each stakeholder. 7 lanes on one side, it is impossible. In some places we don't even have footpaths. Alle pedestrians have footpath venam.
ദർ ഇസ് എ സർവീസ് റോഡ് റിക്വയർഡ്. സോ ഇത്രയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേറ്റർ ചെയ്യണമെങ്കിൽ നമ്മളെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒരു ഷോർട്ടേജ് ആണ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻ കൺട്രീസ് നമ്മുടെ ട്രാഫിക് മുഴുവൻ മിക്സ്ഡ് ട്രാഫിക്കാണ്. കാരണം ബിക്കോസ് ഓഫ് അവർ പോപ്പുലേഷൻ, one thing, because of our developing state, because not everybody can afford a car, not everybody can afford a bike, so we have a mixed traffic. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ ഒതുങ്ങുന്ന കേസുകൾ കൊല്ലാനായി റോഡ് തിരഞ്ഞെടുക്കുന്നവർ പോലുമുണ്ട് ഇന്നാട്ടിൽ. സുമിൽഷാദ് ജീപ്പ് വളരെ നേരത്തെ തന്നെ ഇതിനപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ താർ ജീപ്പുമായി ഏതാണ്ട് ഒരു മണിക്കൂറോളം കാത്തു നിന്നു എന്നാണ് പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. ഓട്ടോ ഇവിടെ നിന്ന്, ഇത് ചുണ്ടേൽ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുണ്ടേൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ്. ആ ഭാഗത്ത് നിന്ന് നവാസ് ഓട്ടോ ഓടിച്ചു വരുന്നു. അതായത് ഈ ഓട്ടോ വരുന്നു എന്നൊരു ഫോൺ കോൾ വന്നതിന് ശേഷം സുമിൻഷാദ് താർ ജീപ്പുമായി പെട്ടെന്ന് പള്ളിയുടെ അടുത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അങ്ങനെ വന്ന് ഈ സ്ഥലത്ത് നിന്നാണ് കൂട്ടിയിടിക്കുന്നത്. എനിക്ക് പിന്നിലുള്ള ഈ റോഡിൽ നിന്ന് ഇവിടെ 2 വാഹനങ്ങൾക്ക് സുഗമമായി, പ്രത്യേകിച്ച് ഒരു ഓട്ടോയും താർ ജീപ്പും സുഗമമായി കടന്നു പോകാൻ സ്ഥലമുണ്ട് എത്ര വേഗതയിലാണെങ്കിലും. അവിടെ വെച്ച് ഈ ഓട്ടോയുടെ ഡ്രൈവർ സീറ്റിൻ്റെ മധ്യഭാഗത്തായി ജീപ്പ് ഇടിക്കുന്നു. വലത്തോട്ട് തിരിച്ച് ജീപ്പ് ഇടിച്ച് മതിലിൽ നമുക്ക് അതിൻ്റെ കലയൊക്കെ കാണാം. ഇവിടേക്ക് ഓട്ടോ മറയുന്നു. അതിനുശേഷം ജീപ്പ് തൊട്ടപ്പുറത്ത് പോയി ഇടിച്ച് നിൽക്കുകയാണ്. ട്രാഫിക് നിയമങ്ങളിലെ അജ്ഞത അപകടത്തിന് അക്കം കൂട്ടുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് വിദേശ രാജ്യങ്ങളുള്ള പോലെ തന്നെ കർശനമാക്കുക. ഇപ്പോൾ 100 മാർക്കിൽ 60 മാർക്ക് കിട്ടിയാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാം, അല്ലെങ്കിൽ ലേണർ പാസ്സാക്കാം എന്നുള്ളത് വലിയ തെറ്റാണ്. കാര്യം ബാക്കിയുള്ള 40% കൊണ്ടായിരിക്കും അവൻ ആളെ കൊല്ലുന്നത്. അതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരാജയവും. അത് അപക്വമായ ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ അധപ്പതനം. അത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്മാർക്ക് ബേസിക്കായിട്ടൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയെങ്കിലും വേണം. വാഹനത്തിനെ പറ്റി അറിവുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് മിനിമം ഒരു 10 കൊല്ലമെങ്കിലും വാഹനം ഓടിച്ച ശീലം വേണം. അദ്ദേഹത്തിന് റോഡ് സേഫ്റ്റിയെപ്പറ്റി ബോധം ഉണ്ടാവണം. ആ ബോധം ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരെ പഠിപ്പിക്കണം. അതിന് വേണ്ടത്ര സമയം കണ്ടെത്തണം. പെട്ടെന്ന് ദോശ ചുടുന്ന മാതിരി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനല്ല. കാര്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഡ്രൈവേഴ്സിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. രാപ്പകൽ ഭേദമില്ലാതെ നിരത്തുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടെന്ന തോന്നലെങ്കിലും അപകടങ്ങൾ കുറച്ചേക്കാം. മന്ത്ലി നമ്മുടെ ജോയിൻറ്റ് ചെക്കിംഗ് നടത്തണം. MVD പോലീസ് ഉൾപ്പെടെ നമ്മൾ ജോയിൻറ്റ് ചെക്കിംഗ് നടത്താറുണ്ട്. എസ്പെഷ്യലി പ്രശ്നബാധിത മേഖലകളുണ്ട്, കുറച്ച് ആക്സിഡൻറ്റ് ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിലെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പം ജിയോളജി ആയിട്ട് ചെക്കിംഗ് ചെയ്യേണ്ടി വരും, ചിലപ്പം എക്സൈസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൂടെ നമ്മൾ ചെക്കിംഗ് നടത്താറുണ്ട്. ഈ ജോയിൻറ്റ് ചെക്കിംഗ് വളരെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു SOP ആണ് നമുക്ക്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തും 2 പേര് കൂടുതൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ആ റോഡ് ഓണർ, MVD ആൻഡ് പോലീസ് ഒരു ജോയിൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കും, ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിന് കറക്റ്റീവ് സ്റ്റെപ്സ് നമ്മൾ എടുക്കും. എൻഫോഴ്സ്മെൻറ്റ് വേണോ, അല്ലെങ്കിൽ വെഹിക്കിൾ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ് ആണോ, അവിടുത്തെ ലോക്കൽ എൻവയൺമെൻറ്റ്, അവിടുത്തെ റോഡ് അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റിംഗ്, അവിടുത്തെ റോഡ് എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളാണോ, ഇത് നോക്കിയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് ഈ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ.
അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അബൌട്ട് റോഡ് സേഫ്റ്റി. I think that is a crucial thing. ഓരോ നാളിലും ഓരോ മണിക്കൂറിലും മുന്നിലുണ്ട് നിണമൊഴുകുന്ന വഴി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ റോഡ്സും ഒരേ ടൈപ്പ് അല്ല. ഒന്ന്, കാലാവസ്ഥ 24 hours പകുതി ഡാർക്കാണ്, പകുതി ലൈറ്റാണ്. പിന്നെ സീസൺസിൽ മഴ ഉണ്ടാവും, വെയിലുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിലുള്ള കാര്യം ഒരേ കാര്യമുള്ളൂ, ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യണം, എത്ര സ്പീഡായിട്ട് ചെയ്യണം, എത്ര സേഫായിട്ട് ചെയ്യണം. ഇത് നമ്മൾ തീരുമാനിക്കണം. ഇതാണ് ഡ്രൈവിംഗ് കൾച്ചർ. എന്താണ് ഈ എൻവയൺമെൻറ്റ്, എന്താണ് എൻ്റെ വെഹിക്കിൾ. ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മനസ്സിൽ വെച്ച് ഡിപെൻഡൻറ്റ് വേരിയബിളെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഡ്രൈവിംഗ് so I should not go beyond this 30 kilometers or 40 kilometers. I should drive very slowly. I should be on the left lane. I should look left and right before taking a turn. ഈ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നമ്മളെ കൺട്രോളിൽ. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് മഴ നിർത്താൻ പറ്റില്ല, രാത്രിയാണോ പകലാണോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ we cannot accuse the nature or the time or the type of road, because roads, I am driving today on NH, or tomorrow I will have to drive a village road or a very small road. So roads keep changing, but I have to be alert. വീതിയില്ലാത്ത റോഡും അശാസ്ത്രീയമായ നിർമ്മാണവും അപകടക്കുഴികളും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പ്രാണനെടുക്കാൻ പതുങ്ങിയിരിപ്പുണ്ട്.